മഴയായല്ലോ. അപ്പോൾ അഡീനിയം ചെടികളൊക്കെ നമ്മൾ പരിചരിക്കണം. നമുക്ക് പ്രൂൺ ചെയ്യാം, അതുപോലെ തന്നെ അത് കട്ട് ചെയ്ത് ബോൺസായി പോലെയാക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതൊക്കെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ മഴക്കാലം മാറുമ്പോൾ നമുക്ക് നല്ല പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ അതേ അഡീനിയങ്ങളൊക്കെ പറിച്ചതാണ് ഇപ്പോൾ ഈ കണ്ടത്. ഇനി നമ്മൾ ഇതിനെ ഷേപ്പ് ചെയ്യാനാണ് പോണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നൂൽക്കമ്പിയോ അല്ലെങ്കിൽ കമ്പിയുള്ള കട്ടി കമ്പിയുള്ളത് എടുത്തിട്ട് നമുക്കിതുപോലെ ചിറ്റി ഷേപ്പുകളാക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടാനുസരണം പല ഷേപ്പുകളുണ്ടാക്കി നമുക്ക് ഇതിൻ്റെ തുമ്പൊക്കെ മുറിച്ച് കളയാം. അപ്പോൾ അത് നല്ല ഷേപ്പിലായി നിൽക്കുകയും ചെയ്യും. പിന്നെ വരുന്ന ഇളപ്പുകളൊക്കെ വന്ന് ചെറുതായിട്ട് നിന്ന് അതുമ്മ പൂവിടുകയും ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ വേര് കംപ്ലീറ്റ് നമ്മൾ മുറിച്ച് കളയാണ് ചെയ്യുന്നത്. നല്ല വൃത്തിയാക്കണം, അടിഭാഗമൊക്കെ നന്നായി വൃത്തിയാക്കി. എന്നിട്ട് നമ്മളിതിൽ സാഫ് തേച്ച് കൊടുക്കണം. എപ്പോഴും നമ്മൾ മുറിച്ച ഭാഗങ്ങളിലെല്ലാം സാഫോ അല്ലെങ്കിൽ മെഴുതിരി ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യണം. പിന്നെ അടിഭാഗത്തൊക്കെ നമ്മൾ മരുന്ന് തന്നെ പുരട്ടി കൊടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ പല ഷേപ്പും ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ എനിക്കിഷ്ടത്തിലുള്ള ഷേപ്പാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എപ്പോഴും ഇതിന് പോട്ടിംഗ് മിശ്രിതം എടുക്കുമ്പോൾ അധികം മണ്ണൊന്നും വേണ്ട കേട്ടോ. കുറച്ച് മണ്ണലും കുറച്ച് ഓട്ടുമുറിയൊക്കെ മതി. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സാഫ് തേച്ചിട്ട് വേണം. മുറിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ സാഫ് തേക്കണം. പിന്നെ ഈ അഡീനിയത്തിന് എപ്പോഴും വെള്ളം അധികം ആവശ്യമില്ല കേട്ടോ. വെള്ളം വന്നാൽ ആ കാടിലൊക്കെ ചീഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം, വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ മഴക്കാലം ആകുമ്പോൾ നമ്മൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്, മഴയത്തുനിന്നൊക്കെ. ഇപ്പം നമ്മുടെ പോട്ടിംഗ് മിശ്രിതമാണ് ഈ കാണുന്നത്. ഓട്ടുമുറിയും കരിയും പിന്നെ കുറച്ച് മണ്ണും മണലും കപ്പലണ്ടി പിണ്ണാക്കും കൂടി പൊടിച്ചതാണ് അതിലിട്ടിരിക്കുന്നത്. പിന്നെ ചകിരി, ഓട്ടുമുറ അടിയിലിട്ടിട്ട് ഈ ചകിരിച്ചോറ് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. കുറച്ച് വെച്ചിട്ട് ഈ അടീനിയ നമ്മൾ വെച്ച് കൊടുത്ത് അതിലേക്ക് മണ്ണും മണലും കപ്പലണ്ടി പിണ്ണാക്കും പൊടിച്ചതും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കരിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ വെച്ചാൽ മതി, നന്നായിട്ട് പിടിച്ചോളും. ഇതിന് വെള്ളം അധികം ഒഴിക്കാണ്ടിരുന്നാൽ മതി. മുറിച്ചിട്ട് നമ്മളിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു കേടും വരില്ല. പിന്നെ എല്ലാവരും ഇത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണും വേണം. അപ്പോൾ ഇതേ നമ്മുടെ കരിയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വെച്ച് കഴിയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ചാരം കലക്കി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഏത് വളമാണ് നമ്മുടെ വേപ്പും പിണ്ണാക്കോ അല്ലെങ്കിൽ ഫാക്ടംബോസ് നല്ലതാണ് കേട്ടോ. കുറച്ചിട്ട് കലക്കി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് അതുപോലെ വളങ്ങളൊക്കെ നമ്മൾ ലിക്വിഡ് ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പം നനയ്ക്കും വേണ്ട, ഇത് ലിക്വിഡായിട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേഗം ഇളപ്പുകൾ വരികയും അതുപോലെ തന്നെ നമുക്ക് മഴക്കാലം കഴിയുമ്പോഴേക്കും നിറച്ച് പൂടുകയും ചെയ്യും. കണ്ടോ, ഇതൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്.